ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വില അടുത്തിടെ ഇടിഞ്ഞു. ഇതിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. 1. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദ ബിസിനസ് അപ്ഡേറ്റ് പ്രതീക്ഷിച്ചത്രയായിരുന്നില്ല. 2. ആഭ്യന്തര ക്യാഷ് നിക്ഷേപങ്ങൾ വാർഷികാടിസ്ഥാനത്തിൽ 0.4% ഇടിവ് രേഖപ്പെടുത്തി. 3. വിതരണത്തിലും ഡിമാൻഡിലും മാറ്റങ്ങൾ. 4. ആഗോള വിപണി പ്രവണതകൾ മുതലായവ. യൂണിയൻ ബാങ്കിന്റെ ഓഹരി വില കുറയാനുള്ള കാരണങ്ങൾ ഇവയാകാം. മുൻനിര ബാങ്കുകളുമായുള്ള മത്സരവുമുണ്ട്. യൂണിയൻ ബാങ്കിന്റെ ഓഹരി വില കുറയുന്നതിന് ഈ ഘടകങ്ങൾ ഗണ്യമായി കാരണമായി. യൂണിയൻ ബാങ്ക് ഓഹരികൾ വാങ്ങുന്നത് പരിഗണിക്കേണ്ട 10 കാരണങ്ങൾ. 1. ശക്തമായ ലാഭവളർച്ച. യൂണിയൻ ബാങ്ക് അതിന്റെ അറ്റാദായത്തിൽ സ്ഥിരമായ വളർച്ച കൈവരിച്ചു. 2024 സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ ബാങ്ക് 4750.93 കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. ഇത് ശക്തമായ പ്രവർത്തന പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. 2. മെച്ചപ്പെട്ട ആസ്തി നിലവാരം. ബാങ്കിന്റെ മൊത്ത നിഷ്ക്രിയ ആസ്തികളും GNPA അറ്റ NPAയും ഗണ്യമായി കുറഞ്ഞു. മെച്ചപ്പെട്ട ആസ്തി നിലവാരവും സാമ്പത്തിക സ്ഥിരയും സൂചിപ്പിക്കുന്നു. 3. താഴ്ന്ന മൂല്യനിർണയ അളവുകൾ. പേ അനുപാതവും PB അനുപാതവും ഉള്ളതിനാൽ ഓഹരിക്ക് ആകർഷകമായ വിലയാണ് നൽകുന്നത്. ഇത് സമപ്രായക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂല്യനിർണയ നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നു. 4. സർക്കാർ പിന്തുണ. ഒരു പൊതുമേഖലാ ബാങ്ക് എന്ന നിലയിൽ യൂണിയൻ ബാങ്കിന് ശക്തമായ സർക്കാർ പിന്തുണയിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നു. നയ നടപടികളിലൂടെ സ്ഥിരയും വളർച്ചാ അവസരങ്ങളും ഉറപ്പാക്കുന്നു. 5. പലിശ വരുമാനം വളരുകയാണ്. ബാങ്ക് അറ്റ പലിശ വരുമാനത്തിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർദ്ധിച്ച വായ്പാ പ്രവർത്തനവും കാര്യക്ഷമമായ ചെലവ് മാനേജ്മെന്റും നയിക്കുന്ന ഒരു പ്രധാന ലാഭക്ഷമതാ മെട്രിക്. 6. വിശകലന വിദഗ്ധരുടെ ശുപാർശകൾ. പ്രമുഖ സാമ്പത്തിക വിശകലന വിദഗ്ധർ 140 രൂപ, 160 രൂപ എന്ന വില ലക്ഷ്യം വച്ചിട്ടുണ്ട്. നിലവിലെ വിപണി വിലയിൽ നിന്നുള്ള സാധ്യതയുള്ള ഉയർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു. 7. ഡിവിഡൻഡ് പേയ്മെന്റുകൾ. ബാങ്ക് FY24 ൽ ആകർഷകമായ ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്നു. ഇത് വരുമാന കേന്ദ്രീകൃത നിക്ഷേപകർക്ക് ആകർഷകമാക്കുന്നു. 8. അടിസ്ഥാന സൗകര്യങ്ങളിലും MSMEകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക വിപുലീകരണ പദ്ധതികളുടെ കീഴിൽ ശക്തമായ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന സൗകര്യ MSME മേഖലകൾക്ക് യൂണിയൻ ബാങ്ക് അതിവേഗം വായ്പ നൽകുന്നു. 9. ഡിജിറ്റൽ പരിവർത്തനം. ഡിജിറ്റൽ ബാങ്കിംഗ്, സാങ്കേതിക വികസനങ്ങൾ എന്നിവയിൽ ബാങ്ക് വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. ഉപഭോക്തൃ അനുഭവവും പ്രവർത്തന കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നു. 10. സാമ്പത്തിക തിരിച്ചടികൾ. ഇന്ത്യയുടെ വളരുന്ന സമ്പദ്വ്യവസ്ഥ, വർദ്ധിച്ചുവരുന്ന ക്രെഡിറ്റ് ഡിമാൻഡും അനുകൂലമായ സർക്കാർ നയങ്ങളും യൂണിയൻ ബാങ്കിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം നൽകുന്നു. ഓഹരികൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് വിലയിരുത്തുക. സാങ്കേതികവും അടിസ്ഥാനപരവുമായ വിശകലനം ശ്രദ്ധാപൂർവം പഠിക്കുക. വിപണി സാഹചര്യങ്ങളും ഇടപാട് അവസരങ്ങളും മനസ്സിൽ വയ്ക്കുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ NSE യൂണിയൻ ബാങ്ക് വിശകലന വിദഗ്ധരിൽ നിന്ന് പോസിറ്റീവ് ശ്രദ്ധ നേടി. നിക്ഷേപകർക്ക് സാധ്യതയുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു. വിശകലന വില ലക്ഷ്യങ്ങൾ. ട്രെൻഡ് ലൈൻ. ശരാശരി ലക്ഷ്യവില 159 രൂപ 25 പൈസ. നിലവിലെ 103 രൂപ 36 പൈസയിൽ നിന്ന് ഏകദേശം 54% വർധനവ് നിർദ്ദേശിക്കുന്നു. ദി ഇക്കണോമിക് ടൈംസ്. 12 മാസത്തെ ശരാശരി ലക്ഷ്യം 149 രൂപ 50 പൈസ. 125 രൂപ മുതൽ 180 രൂപ വരെയാണ് എസ്റ്റിമേറ്റ്. ട്രേഡിംഗ് വ്യൂ. വിശകലന വിദഗ്ധർ 142 രൂപ 78 പൈസ വില ലക്ഷ്യം പ്രവചിച്ചു. പരമാവധി എസ്റ്റിമേറ്റ് 160 രൂപവും കുറഞ്ഞത് 120 രൂപവും. ബജാജ് ബ്രോക്കിംഗ്. സാങ്കേതിക വിശകലനത്തെ അടിസ്ഥാനമാക്കി 152 രൂപ എന്ന ലക്ഷ്യവില. 35 ദിവസ കാലയളവിൽ ഏകദേശം 11% വർധനവ് സൂചിപ്പിക്കുന്നു. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ SEBI രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.